Hi all, welcome to ADDA247 എൻ്റെ പേര് ജിജി. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരാൾ ഒന്നിൽ കൂടുതൽ പരീക്ഷ നേടാൻ വേണ്ടി അല്ലെങ്കിൽ പരീക്ഷ അപ്പിയർ ചെയ്യുമ്പോൾ ആ എക്സാമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് പഠിക്കുക. ഇപ്പോൾ ചില ആൾക്കാർ പെർട്ടിക്കുലർ എക്സാമിന് വേണ്ടി മാത്രമായിരിക്കും പഠിക്കുന്നത്. ശരിക്കും നമ്മൾ ഒത്തിരി എക്സാം എഴുതണം. കാരണം നമ്മളൊരു 10 എക്സാം എഴുതുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒന്നിലെങ്കിലും നമ്മൾ ഇന്നാവുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെ പഠിക്കണം? ഒരു മൊത്തത്തിൽ പഠിക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം നമ്മൾ ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ ഡിഗ്രിയുടെ ഒരു സിലബസ് പഠിച്ചാൽ തന്നെ ബാക്കിയുള്ള താഴേക്കിടെയുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് പോകും. ഓക്കെ, പിന്നെ മെയിൻസിൽ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം എക്സ്ട്രാ പഠിക്കേണ്ടി വരും. ആ രീതിയിലാണ് ശരിക്കും ഡിഗ്രി ഉള്ളവർ പഠിക്കേണ്ടത്. ഇനി 10th പ്ലസ് 2 ആണെങ്കിൽ പോലും നമുക്ക് പെർട്ടിക്കുലർ ഏരിയാസ് ഉണ്ട്. അതിൽ നമുക്ക് കുറച്ചുകൂടി ഇപ്പം ഡിഗ്രി കമ്പയർ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ഉണ്ടാവും, ചില കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും. ആ ഒരു രീതിയിലൊരു പഠിത്തമുണ്ട്. അതാണ് ശരിക്കും നോക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇനി ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കോമൺ ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, കുറെ കോമൺ ടോപ്പിക്സ് വരുന്നുണ്ട്. കോമൺ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, സയൻസ്, കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അപ്പോൾ ഇതാണ് നമ്മുടെ കോമൺ ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോമൺ ടോപ്പിക്സിൽ ഹിസ്റ്ററിയിലും ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാം നമ്മൾ നോക്കുവാണെങ്കിൽ പ്ലസ് 2 ലെവലാണെങ്കിലും 10th ലെവലാണെങ്കിലും അതുപോലെ തന്നെ ഡിഗ്രിക്കാണെങ്കിലും ഒരേപോലെ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ ഒരു എക്സാമിൻ്റെ പാറ്റേൺ അനുസരിച്ച് ഒരു 1 വേർഡ് മാത്രം പഠിച്ചിട്ട് പോകാൻ പറ്റില്ല 10th പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ പഠിച്ചാൽ എവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ പോലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം ചിലതിൽ ഇപ്പോൾ ഡിഗ്രി ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ നാഷണൽ ഇൻകവും അതുപോലെ തന്നെ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്ന ഭാഗങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇനി നമുക്ക് പ്ലസ് 2 ലെവലിൽ നമ്മൾ 10th ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ പഞ്ചവത്സര പദ്ധതികൾ, അതുപോലെ തന്നെ 1991 പുത്തൻ സാമ്പത്തിക നയം, ഇതൊക്കെ എന്തായിരുന്നു എക്സ്ട്രാ ആയിട്ട് നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ 2024 ഈ ഒരു വർഷമാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമെങ്കിൽ 2024 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കാൻ ശ്രമിക്കുക. 2024 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് PSCയുടെ ഒരു ട്രെൻഡ് മനസ്സിലാവാം. ഇനി അതുപോലെ തന്നെ സയൻസിലേക്ക് വരുമ്പോൾ ഡിഗ്രി വരുമ്പോൾ സയൻസ് ആൻഡ് ടെക് എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. അതിൽ തന്നെയാണ് ലൈഫ് സയൻസ്, ബയോളജിയുടെ കുറച്ച് പാർട്ട് വരുന്നത്. അതുപോലെ തന്നെ ടെക്നോളജി എന്ന് പറയുമ്പോൾ DRDO, അതുപോലെ തന്നെ ISRO ഇതുപോലുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. ഇനി അത് നമ്മൾ പ്ലസ് 2 10th ലെവൽ ആകുമ്പോഴെന്തായിരുന്നു, അത് കെമിസ്ട്രിയും ഫിസിക്സും ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു 10th പ്ലസ് 2 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാണ്, കെമിസ്ട്രിയും ഫിസിക്സും കൂടി പഠിക്കുക. മറ്റേതാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ലെവലിൽ പഠിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടിനും പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലോ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഇത് 3ഉം കൂടി പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി കറണ്ട് അഫയേഴ്സ്, അത് എല്ലാവർക്കും ഒരേപോലെ എന്തായിരുന്നു പഠിക്കാനുള്ളതാണ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അവാർഡുകൾ, അടുത്താരെങ്കിലും മരിച്ചിട്ടുണ്ടോ, അവരുടെ ആത്മകഥ എന്തെങ്കിലും ഉണ്ടോ, അവരുടെ ഡോക്യുമെൻ്ററി എന്തെങ്കിലും ഉണ്ടോ, ഏത് കാര്യത്തിനാണ് പ്രശസ്തി അദ്ദേഹം ആർജിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഒത്തിരി വൈറലായി കിടങ്ങുന്ന ഏതെങ്കിലും ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കലയുണ്ടോ, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഈ ഒരു രീതിയിലൊക്കെ കറണ്ട് അഫയേഴ്സ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇനി മാത്സ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഡിഗ്രിക്ക് നോക്കുവാണെങ്കിലും 10th ലെവലിൽ നോക്കുവാണെങ്കിലും പ്ലസ് 2 ലെവലിൽ നോക്കുവാണെങ്കിലും ഏകദേശം മാത്സ് ഒക്കെ കുറച്ച് ഡിഗ്രിക്ക് കുറച്ചുകൂടി ലെവൽ കൂടുതലാണ് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കുറേയൊക്കെ സിലബസ് സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് 20 മാർക്കിനും ഒന്ന് 10 മാർക്കിനും ആ ഒരു വ്യത്യാസം മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ടെങ്കിലും ഇനി നിങ്ങൾ ഡിഗ്രിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഡിഗ്രിയുടെ മാത്സിൻ്റെ സിലബസ് നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10th എക്സാമും അതുപോലെ തന്നെ പ്ലസ് 2 ലെവലിലുള്ള എക്സാമൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ അത് നിങ്ങൾക്ക് ഭയങ്കര ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷും അങ്ങനെ തന്നെയാണ് വരുന്നത്. മലയാളവും ഇതേപോലെ തന്നെയാണ്. സിലബസിലൊന്നും ഒരു മാറ്റമില്ല. അപ്പം നിങ്ങൾ ഇത് ഒരു എക്സാമിന് വേണ്ടി പഠിക്കുന്നതിന് പകരം ഒത്തിരി എക്സാമിന് ഒരു പെർട്ടിക്കുലർ സിലബസ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ എക്സാമിനും പഠിക്കാം. അല്ലാതെ 6 മാസം ഇന്ന എക്സാമിനാകുമ്പോൾ ഈ ഒരു രീതിയിൽ മാത്രം പഠിക്കുക, അങ്ങനെയല്ല. മൊത്തത്തിൽ PSC പഠിക്കുക. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തായിരുന്നു നമുക്ക് റിസൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ നമ്മൾ പറഞ്ഞു ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഡിഗ്രി ഉള്ള ആൾക്കാരായിരിക്കാം, ഡിഗ്രിക്ക് പഠിക്കുന്ന ആൾക്കാരായിരിക്കും,
ആൾക്കാരായിരിക്കാം, ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരായിരിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു കോഴ്സിലൂടെ എല്ലാം ഇത് പഠിക്കണം, ഒരു PSC ഒരു സ്റ്റാർട്ടിങ് മുതൽ നിങ്ങൾക്ക് പഠിക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സമഗ്ര ബാച്ച് ഉണ്ട് കേട്ടോ. PSC സമഗ്ര ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട്. PSC ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ബാച്ചാണ് PSCയുടെ സമഗ്ര ബാച്ച്. അപ്പം നമ്മുടെ ഓഫർ ഇന്നും കൂടി ഉള്ളത് കാരണം ഇന്ന് നിങ്ങൾക്ക് Y681 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ അഡയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ കിട്ടും, അല്ലെങ്കിൽ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഉണ്ടാവും. ആ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് സെലക്ട് ഒരു കാറ്റഗറി എന്ന് ചോദിക്കും. അതിൽ സ്റ്റേറ്റ് എക്സാം, സെക്കൻഡ് വണ്ണ് സ്റ്റേറ്റ് എക്സാം ഉണ്ടാവും, അതിൽ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് സെലക്ട് യുവർ എക്സാം എന്ന് ചോദിച്ചിട്ട് പല സംസ്ഥാനങ്ങളുടെ പേരുണ്ടാവും, അതിൽ നമ്മുടെ സ്റ്റേറ്റ് ആയ കേരള സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക, അതായത് ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും കണ്ടിന്യൂ കൊടുക്കുമ്പോൾ. ഇതിൽ ഏറ്റവും താഴെ വലതുവശത്തായിട്ട് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. നമ്മൾ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒത്തിരി ഓപ്ഷൻസ്, ഇത്രയും ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ KPSC കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വ്യൂ ഓൾ കൊടുക്കുക. വ്യൂ ഓൾ കൊടുക്കുമ്പോൾ ഒത്തിരി ബാച്ചസ് ഇവിടെ കാണും. ഇവിടെ കണ്ടോ PSC സമഗ്ര ജസ്റ്റ് ഫൗണ്ടേഷൻ ബാച്ചാണ്. ഒന്ന് ക്ലിക്ക് ചെയ്യുക, ബൈ നൗ കൊടുക്കുക. മുകളിലത്തെ കോഡ് ഒന്ന് റിമൂവ് ചെയ്ത് താഴെ Y681 എന്ന കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ 2245 രൂപയ്ക്ക് 2245 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം. ബൈ.